കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവിന്റെ മാളിക മുറി പ്രഭാഷണം എന്ന തലക്കെട്ടിൽ കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ ഈ ക്ലാസ്സുകൾ ഇവിടെ ആരംഭിക്കുവാൻ ഇടയായിട്ട് ഇന്നത്തോടുകൂടെ 33 ക്ലാസ്സുകളിലായി 5 അധ്യായങ്ങളിൽ നിന്നും യോഹന്നാൻ എഴുതിയ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും ചുരുക്കം ചില ആത്മീക യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനും പഠിക്കുവാനും ദൈവം ധാരാളം കൃപ നമുക്ക് നൽകി. അത് എല്ലാം തന്നെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ അതാത് സമയങ്ങളിൽ ആവശ്യമായിരിക്കുന്ന ദൈവിക സന്ദേശം ദൈവം നമുക്ക് തന്നു. അതിനപ്പുറത്ത് നമുക്കൊന്നും കരുതുവാനായിട്ടില്ല, ചിന്തിക്കുവാനുമായിട്ടില്ല. ദൈവം തന്ന വചനമാണ്. ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമുക്ക് അത് ദൈവം അല്പാൽപമായിട്ട് വിഭാഗിച്ചു നൽകി. എല്ലാ മഹത്വവും ദൈവത്തിന് തന്നെ അർപ്പിക്കുകയാണ്. വചനത്തിലുള്ള എൻ്റെ നിശ്ചയം അത് എന്തുമാത്രം ഉണ്ട് എന്ന കാര്യം എന്നേക്കാൾ നന്നായിട്ടൊക്കെ നിങ്ങൾക്കറിയാം. എന്നാൽ ദൈവം അതാത് ദിവസങ്ങളിൽ വേണ്ടതായിരിക്കുന്ന ആലോചനകൾ വചനത്തിന്റെ മേൽ പ്രകാശനങ്ങൾ തന്ന് നടത്തി എന്ന് മാത്രമേ അതിൽ പറയാനായിട്ടുള്ളൂ. നിങ്ങൾ ഏവരുടെയും അകമഴിഞ്ഞ പ്രാർത്ഥന അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റ് അനേകരുടെ പ്രാർത്ഥന അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും കർത്തൃനാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ ആദ്യമായി അറിയിക്കുകയാണ്. നാം ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്നും നമ്മുടെ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ് ഒടുവിൽ നമ്മൾ ധ്യാനിച്ച് വന്നത്. ആരാണ് പ്രാർത്ഥിച്ചത്? ആരോടാണ് പ്രാർത്ഥിച്ചത്? ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? എന്നിങ്ങനെയുള്ള തലക്കെട്ടിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ കർത്താവ് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? അത് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്, തന്നിൽ വിശ്വസിച്ചവർക്ക് വേണ്ടിയാണ്, ഇനി ലോകത്തിൽ തൻ്റെ വചനം കേട്ട് വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ കണ്ടു. രക്ഷയോടുള്ള ബന്ധത്തിൽ, വീണ്ടും ജനനത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ദൈവം മുന്നമേ കണ്ടിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. തൻ്റെ ജനം എന്ന് ദൈവം വിളിച്ചതായിരിക്കുന്ന ആ കൂട്ടം ലോകാരംഭം മുതൽ ലോകാവസാനം വരെ ഉള്ള കൂട്ടമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതിൻ്റെയൊക്കെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുവാനുള്ള ആവശ്യമില്ല. ഇന്ന് അതിൻ്റെ ഒടുവിലത്തെ ക്ലാസ് എന്ന പോലെ ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിന്റെ 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. അതിന്റെ മുകളിലെ വാക്യം നമ്മൾ കണ്ടു. അവിടെ കർത്താവ് പറഞ്ഞ ഒരു പ്രസ്താവന ഇപ്രകാരമാണ്: നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അപ്പോൾ കർത്താവിന് ഈ ലോകത്തിലേക്ക് പിതാവായ ദൈവം അയക്കുമ്പോൾ നൽകിയ ഒരു അധികാരം എന്ത് എന്ന് ചോദിച്ചാൽ, നീ എനിക്ക് തന്നിട്ടുള്ള എല്ലാവർക്കും നിത്യജീവൻ കൊടുക്കണം. അപ്പോ അത് ഇങ്ങനെ കാണുന്നവർക്കെല്ലാം കർത്താവ് കൊടുത്തുകൊണ്ടിരുന്നു എന്ന ആശയമല്ല നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയേണ്ടത്. നിത്യജീവൻ പ്രാപിക്കുവാനുള്ള വ്യവസ്ഥ 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ ഒരേ വ്യവസ്ഥ തന്നെയാണ്. അതിലൊരു മാറ്റവും ദൈവം ഇന്ന് വരെ വരുത്തിയിട്ടില്ല. നാം കഴിഞ്ഞ ദിവസത്തിൽ ആ സഭയുടെ ഇതുവരെയുള്ള ഒരു ചരിത്രം അങ്കമാലിയിൽ വെച്ച് നാം കേൾക്കുകയുണ്ടായി. അവിടെ നാം കണ്ടു, ആദ്യത്തെ ചില നൂറ്റാണ്ടുകളാണ് വചനപ്രകാരമുള്ള നിലയിൽ സഭ മുൻപോട്ട് പോയത്. പിന്നീടുള്ളതായിരിക്കുന്ന നാളുകളിൽ പലതരത്തിലുള്ളതായിരിക്കുന്ന ദുരുപദേശങ്ങൾ, അനാചാരങ്ങൾ ഒക്കെ സഭ എന്ന ആ കെട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. വളരെ നാളുകൾ അവിടവിടങ്ങളിലായി മാത്രം ചെറിയ കൂട്ടങ്ങൾ മാത്രമായിട്ട് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ചില കൂട്ടങ്ങൾ മാത്രമാണ് മുൻപോട്ട് പോയത്. എന്നാൽ ക്രൈസ്തവർ എന്നറിയപ്പെട്ടിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഈ വ്യവസ്ഥകൾക്കെല്ലാം മാറ്റം വരുത്തി തങ്ങൾക്ക് ബോധിച്ചതുപോലുള്ള ആചാരങ്ങളെയും നിയമങ്ങളെയും അവർ കൊണ്ടുവന്നു. അങ്ങനെ സഭ അധപ്പതിക്കപ്പെട്ടതായിരിക്കുന്ന അനുഭവത്തിലേക്ക്
സഭ അധപ്പതിക്കപ്പെട്ടു എന്ന ആ വാക്കുപയോഗിക്കുക തെറ്റാണ്. സഭയല്ല, മറിച്ച് സഭ എന്ന് വിവക്ഷിക്കുന്നതായ ആ സാമുദായികമായിരിക്കുന്ന ചില സംഘടനകൾ എന്ന് വേണമെങ്കിൽ പറയാം, ദൈവവചനത്തിൽ നിന്ന് വളരെയേറെ മാറ്റപ്പെട്ടു. എന്നാൽ 15ാം നൂറ്റാണ്ട് വന്ന സമയത്ത് ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ച് ദൈവവചനപ്രകാരമുള്ളതായിരിക്കുന്ന സഭയെ എന്താണ്, സഭ എന്താണ്, അതിന്റെ ആചാരങ്ങൾ എന്താണ്, അതിന്റെ വിശ്വാസങ്ങൾ എന്താണെന്ന് വ്യക്തമായി പഠിപ്പിക്കുവാനും ദൈവം അങ്ങനെ പ്രകാശനം നൽകിയതായ ചില കൂട്ടങ്ങൾ പിന്നെയും എഴുന്നേൽക്കുവാൻ ഇടയായി എന്നുള്ളത് നമ്മൾ കണ്ടു. ആ നിലയിലാണ് അപ്പോ ദൈവസഭയ്ക്ക് ഈ നിലയിൽ കുറെ നാളുകൾ ആ ദൈവവചനത്തിൽ നിന്ന് മാറ്റപ്പെട്ടതായ അവസ്ഥകൾ, പിന്നത്തേതിൽ തിരിച്ചു വന്നതായ അനുഭവങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതിന്റെ അർത്ഥം വീണ്ടും ജനനത്തിന് വേണ്ടിയുള്ള, നിത്യജീവന് വേണ്ടിയുള്ള, സ്വർഗരാജ്യ പ്രാപ്തിക്ക് വേണ്ടിയുള്ള ദൈവവചനത്തിന് കാലാനുസൃതമായി എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നല്ല. ദൈവവചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ ഒരു നാളും ആർക്കും മാറ്റം വരുത്തുവാൻ കഴിയുന്നതായ കാര്യം അല്ലെന്ന് നമ്മൾ അറിയണം. അപ്പോൾ എന്താണ് ആ വ്യവസ്ഥ? ഇവിടെ ആ വാക്കുകൂടെ ഒന്ന് പറഞ്ഞാലാണ് ഈ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് എന്നുള്ള ആ കാര്യത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ആ കാര്യവും കൂടെ ഞാൻ ഓർപ്പിച്ചത്. അവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോ, അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് എന്ന് പറയുമ്പോ ആർക്കെങ്കിലൊക്കെ വേണ്ടിയാണ് എന്നല്ല അതിന്റെ അർത്ഥം. ആ കർത്താവ് ഇങ്ങനെ പോയ സമയത്ത് പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ വല വീശുന്നത് കണ്ടു, നിങ്ങൾ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിന്നാലെ കൂടി മത്തായിരിക്കുന്നത് കണ്ടു, പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ വഴി സൈഡിൽ ഇരുന്നതായിരിക്കുന്ന കുറച്ച് ആളുകളെ വിളിച്ചു ചേർത്ത് ശിഷ്യന്മാരാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുമ്പോ, അവരെ തന്നെ ശിഷ്യനാക്കുമ്പോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോ അതിന് വ്യവസ്ഥകൾ എല്ലാ കാലത്തും ഒരുപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്ന ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, പിതാവിനെയും അവന്റെ പുത്രനെയും അറിയുക. അപ്പോൾ ആദ്യമായി നിത്യജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ മക്കളായി തീരുക എന്ന് പറയുന്നതിന്റെ ആദ്യപടി എന്ന് പറയുന്നത് എന്താണ്? പിതാവിനെയും പുത്രനെയും അറിയുക എന്നുള്ളതാണ്. അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ അധ്യായത്തിൽ നിന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയട്ടെ. 7-ാമത്തെ വാക്യത്തിൽ, നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്ന് ആകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. അപ്പോ അവർക്ക് കർത്താവിനെ കുറിച്ചുള്ളതായ ഒരു അറിവുണ്ടായത് എന്താണ്? പിതാവിനെ കുറിച്ചുള്ള അറിവുണ്ടായത് എന്താണ്? പിതാവ് പുത്രന് നൽകിയതാണ് എല്ലാം എന്നുള്ള കാര്യം ആർക്ക് ബോധ്യമുണ്ടായി? ഈ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് ബോധ്യമുണ്ടായി. പിന്നീട് 8-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ നാം വായിക്കുന്നത്, ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു. അപ്പോ യേശുക്രിസ്തുവിനെ കുറിച്ചും പിതാവിനെ കുറിച്ചുമുള്ളതായ അറിവ് അവിടെയും വ്യക്തമാകുകയാണ്. എന്താണ്? പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ അയച്ചതാണോ എന്ന അറിവ് ആർക്കുണ്ടായി എന്ന്? ഈ ശിഷ്യന്മാർക്കുണ്ടായി. ആർക്കു വേണ്ടിയാണോ കർത്താവ് പ്രാർത്ഥിക്കുന്നത് അവർക്കുണ്ടായി എന്നാണ്. ഇനി 25-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലെ വാക്യത്തിലും, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അവിടെയും പിതാവിനെ കുറിച്ചുള്ള അറിവും പുത്രനെ കുറിച്ചുള്ളതായ അറിവും ഇവർക്ക് വ്യക്തമായി ഉണ്ടായി എന്നുള്ളത് ഈ അധ്യായത്തിൽ നിന്ന് തന്നെ അവരെ കുറിച്ച് കർത്താവ് പിതാവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ കർത്താവ് ഇന്നും താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇന്നും മഹാപുരോഹിതനായി നിൽക്കുകയാണ്, ശ്രേഷ്ഠ മഹാപുരോഹിതനായി നിൽക്കുകയാണ്. ആർക്കു വേണ്ടി? പിതാവിനെയും പുത്രനെയും അറിയുന്നവർക്ക് വേണ്ടി, അറിഞ്ഞവർക്ക് വേണ്ടി. അവരെ കുറിച്ച് അനേക കാര്യങ്ങൾ അവരെ പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും ഈ അപ്പോസ്തലന്മാർ മനസ്സിലാക്കിയിട്ടുള്ളതെല്ലാം ഈ ക്ലാസ്സിൽ വിവരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നാം വായിച്ചതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ അവര് പിതാവിനെ കുറിച്ച് പുത്രനെ കുറിച്ചുള്ളതായ അറിവ് നേടിയവരായിരുന്നു, അല്ലെങ്കിൽ ആ നിലയിൽ അറിവ് ദൈവത്തിൽ നിന്നും പ്രാപിച്ചവരായിരുന്നു അവരെന്നുള്ള കാര്യം നാം മറക്കരുത്. തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുമ്പോ അവരെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു വാക്ക് ഇപ്രകാരമാണല്ലോ, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. പത്രോസിനോട് പറയുന്നു, നിന്റെ പിതാവത്ര ഇത് നിനക്ക്
വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും ഇവർ അറിഞ്ഞത് തന്നെ ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ വെളിപ്പെടുത്തലാണ്. അത് ഈ അധ്യായത്തിന് പല വാക്യങ്ങളിലും നാം വായിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് അത് വെളിപ്പെടുത്തി നൽകി, എന്റെ മഹത്വം അവർക്ക് വെളിപ്പെടുത്തി, എന്നെ അവർക്ക് വെളിപ്പെടുത്തി. അപ്പോൾ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവും പിതാവായ ദൈവവും ആർക്കെല്ലാമാണോ തന്നെ കുറിച്ച് വെളിപ്പെടുത്തി നൽകിയത്, അഥവാ ഇവിടെ വായിച്ചതുപോലെ അറിയുന്നവർ ആരാണോ അവർക്കാണ് നിത്യജീവനുള്ളത്. അങ്ങനെയുള്ള ഒരു കൂട്ടമാണ് ഇപ്പോൾ എന്റെ മുൻപാകെ ഇരിക്കുന്നത് എന്നുള്ള ആ പ്രാർത്ഥനയാണ് നമ്മുടെ കർത്താവ് പിതാവിനോട് കഴിക്കുന്ന പ്രാർത്ഥന. ഇനിയും നാം തിരുവെഴുത്തുകളിൽ നോക്കുന്ന സമയത്ത് നാം ഒരു സീരീസ് ഓഫ് സ്റ്റഡി ആയിട്ട് തന്നെ കർത്താവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് നാം പഠിച്ചത് നിങ്ങൾ ഓർത്തു കാണും. ആ ഓരോ അത്ഭുതങ്ങളുടെയും ഒടുവിൽ നാം കാണുന്നത് എന്താണ്? ജനം കർത്താവിൽ വിശ്വസിച്ചു എന്നാണ്. അപ്പൊ കൂടുതൽ കർത്താവിനെ അറിയുവാൻ വേണ്ടി, പിതാവിനെ അറിയുവാൻ വേണ്ടിയാണ് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തത്. നാം യോഹന്നാന്റെ സുവിശേഷം ഈ ഒടുവിലത്തെ അധ്യായത്തിൽ അത് നാം അങ്ങനെ വായിക്കുന്നുണ്ട്. 20-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതെന്നും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതെന്നും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ കർത്താവ് ചെയ്തതായ അത്ഭുത പ്രവൃത്തികളെല്ലാം തന്നെ എന്തിനു വേണ്ടിയായിരുന്നു? ജനം വിശ്വസിക്കണം, അവർക്ക് നിത്യജീവൻ പ്രാപിക്കണം. അപ്പോൾ അവനെ അറിയുക എന്നുള്ള, ആ പിതാവിനെ അറിയുക, പുത്രനെ അറിയുക, അങ്ങനെ അറിഞ്ഞവരാണ് നീ എന്റെ കയ്യിലേക്ക് തന്നവർ, ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത് അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന മറ്റൊരു പ്രയോഗം ഇങ്ങനെയുണ്ട്, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ എന്റെ വചനം, നീ തന്ന വചനം അവർക്ക് കൊടുത്തു, അവർ അത് പ്രമാണിച്ചുമിരിക്കുന്നു. 6-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തും നാം അങ്ങനെ തന്നെ കാണുന്നുണ്ട്. 6-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്തും അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, ഒന്ന് പിതാവിനെയും പുത്രനെയും അറിയുക, രണ്ട് എന്താണ് വ്യവസ്ഥ? രണ്ടാമത്തെ വ്യവസ്ഥ എന്നുള്ളത് ദൈവവചനം അത് കൈക്കൊള്ളുക, ആ ദൈവത്തിന്റെ വചനം അത് പ്രമാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കേവലമുള്ള അറിവിൽ ഒതുങ്ങുന്നതല്ല, കേവലം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ഒരു വ്യക്തിക്കും നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുന്നതല്ല, മറിച്ച് ആ കർത്താവിൽ കൂടെ ദൈവദാസന്മാർക്ക് നൽകപ്പെട്ട, തിരുവെഴുത്തുകളായി നൽകപ്പെട്ട ദൈവത്തിന്റെ വചനത്തെ എന്തു ചെയ്യണം? അത് കൈക്കൊള്ളണം, അതിനെ പ്രമാണിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരണം. അങ്ങനെ പ്രമാണിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലാത്തത് കൊണ്ട് ലോകം അവരെ പകച്ചു. എന്താണ് വചനം കൈക്കൊള്ളുമ്പോൾ അല്ലെങ്കിൽ ദൈവവചനം പ്രമാണിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്? അവർ ലൗകികന്മാരായിരിക്കുകയില്ല. അതാണൊരു വ്യത്യാസം. അതാണ് കർത്താവ് അവരെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം. നീ എനിക്ക് തന്ന വചനം അവർക്ക് കൊടുത്തു, അവർ അത് പ്രമാണിക്കുന്നു. എന്താ തെളിവ്? അവർ ഇന്ന് ലൗകികന്മാരല്ല, അവർ ലോകമക്കളല്ല, അവർ ലോകക്കാരല്ല. അത് കർത്താവ് പറയണമെങ്കിൽ കേവലം വഴിയരിയിൽ ഇരുന്ന് മീൻ പിടിച്ചവരും ചുങ്കം പിരിച്ചവരും ഒക്കെയാണ് കർത്താവ് തെരഞ്ഞെടുത്തത് എന്നത് സത്യം. പക്ഷേ അവരെ കുറിച്ച് കർത്താവ് പറയുന്ന സാക്ഷ്യം എന്താ? ഇന്ന് അവർ ലോകക്കാരല്ലെന്ന്. ഇത് നമ്മെ കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നാമും കർത്താവിൽ നിന്ന് എത്രയോ പ്രാപിച്ചവരാണ്, എത്രയോ വചനം കേട്ടവരാണ്, പ്രമാണിക്കുന്നു എന്ന് പറയുന്നവരാണ്, നാം ചങ്കൂറ്റം കൊള്ളുന്നവരാണ്. പക്ഷേ നാം നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് പരിശോധിക്കുക. നാം ലോകക്കാരാണോ അല്ലയോ? ഈ ലോകം നമ്മെ എന്തുമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? നാം ലോകക്കാരെ പോലെ ജീവിക്കുവാനായിട്ടാണോ നാം തയ്യാറാകുന്നത്? അതിന്റെ താഴെയുള്ള വാക്യങ്ങളും അതിന്റെ 16-ാമത്തെ വാക്യത്തിലും അത് തന്നെ കർത്താവ് അവരെ കുറിച്ച് പറഞ്ഞു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാർ അല്ലെന്നാ പറഞ്ഞത്.
ഇത് നമ്മെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മെ തന്നെ പരിശോധിക്കേണ്ടതായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ നിത്യജീവൻ പ്രാപിച്ചവനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ ദൈവസഭയിലുള്ളയാളാണ്, ഞാൻ കർത്താവിന്റെ ദാസനാണ്, ഞാനൊരു സുവിശേഷകനാണ്, എല്ലാം ശരിയാണ്. പക്ഷെ ഞാനൊരു ലൗകികനാണോ അല്ലയോ? ഞാൻ ലോകക്കാരനാണോ അല്ലയോ? ഞാൻ ലോകക്കാരനാണെങ്കിൽ എനിക്ക് വേണ്ടി എന്റെ കർത്താവ് പ്രാർത്ഥിക്കുന്നില്ല. ആർക്കു വേണ്ടിയാ കർത്താവ് പ്രാർത്ഥിച്ചത്? ഇവർ ലൗകികന്മാരല്ല. ഈ ലൗകികന്മാരുടെ പ്രത്യേകത എന്താണ്? അവർ ഈ ലോകത്തിനു വേണ്ടിയാണ് അവരുടെ അധ്വാനവും അവരുടെ സമയവും അവരുടെ ബുദ്ധിയും അവരുടെ കഴിവും അവരുടെ ചിന്തയും എല്ലാം എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്തിന് വേണ്ടിയാണ്. എന്നാ പിന്നെ അവര് അങ്ങനെ നടന്നോളും, അവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നും ഇല്ല. പക്ഷേ ലോകക്കാരനല്ലാതെ ലൗകികനല്ലാതെ എനിക്ക് വേണ്ടി എന്റെ വചനം പ്രമാണിക്കുവാൻ എന്നെ അനുഗമിക്കുന്ന ആ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ പ്രാർത്ഥിക്കുന്നത്. വിശദീകരിക്കാൻ മുൻപിലില്ല എന്ന് ആ ക്ലാസ് അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഇനി അതിന്റെ മൂന്നാമത്തെ ഒരു കാര്യം എന്നുള്ളത് 8ാമത്തെ വാക്യം തന്നെ അവിടെ വീണ്ടും വായിക്കുന്നത്, നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? വിശ്വസിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം പിതാവിനെയും പുത്രനെയും അറിയുക. രണ്ടാമത്തെ കാര്യം ആ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളുക, അത് പ്രമാണിക്കുക. ഞാനൊരു ലൗകികനല്ല, ഞാനൊരു വിശുദ്ധനാണ് എന്ന കാര്യം തെളിയിക്കുക. മൂന്നാമത് എന്താണ്? വിശ്വസിക്കുക. മൂന്നാമത്തെ കാര്യം പറയുന്നു, അവർ എന്നിൽ എന്ത് ചെയ്തിരിക്കുന്നു? നീ എന്നെ അയച്ചു എന്ന് അവർ വിശ്വസിച്ചും ഇരിക്കുന്നു. വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് 16ാമത്തെ ആയത്തിന്റെ 27ലും നാം അങ്ങനെ തന്നെ വായിക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് വിശ്വസിച്ചിരിക്ക കൊണ്ട്. അപ്പോ അവിടെയും കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്തു? എന്നിൽ വിശ്വസിച്ചു. നാം ഇവിടെ ഊന്നി കാണേണ്ടതായ ഒരു കാര്യം ചുമ്മാ വഴികളിരുന്നവരെ തന്റെ ശിഷ്യന്മാരാക്കി മാറ്റിയെന്നല്ല. അവർ കർത്താവിൽ എന്ത് ചെയ്തു? വിശ്വസിച്ചു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് അവർ വിശ്വസിച്ചു. നീ ജഡത്തിൽ വന്നവനാണ് എന്നവർ വിശ്വസിച്ചു. നീ ദൈവപുത്രനാണ് എന്നവർ വിശ്വസിച്ചു. ആ വചനം അവർ കൈക്കൊണ്ടു, വചനം പ്രമാണിച്ചു. അവർ കർത്താവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അവർ കർത്താവിൽ വിശ്വസിച്ചു എന്നതിന്റെ തെളിവായിട്ട് ഒരു കാര്യം കൂടെ അവിടെ വിശ്വസിക്കുന്നു എന്നതിന്റെ ഒരു വാക്കുകൂടെ ആ 16ാമത്തെ ആയത്തിന്റെ 30ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ, ഇതിനാൽ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെ, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനാണ് എന്ന് അവർ വിശ്വസിച്ചു. ഇനി അതിന്റെ ഈ 17ാമത്തെ ആയത്തിന്റെ 14ാമത്തെ വാക്യത്തിൽ 14ഉം 16ഉം വാക്യങ്ങൾ നാം ഒന്നുകൂടെ ചിന്തിച്ചാൽ അവിടെ നാം വായിക്കുന്നത്, വിശ്വസിച്ചു എന്നതിന്റെ തെളിവായിട്ട് ഇതും കൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു വേർപെട്ട ജീവിതം അവർക്കുണ്ടായി. നേരത്തെ നമ്മൾ കണ്ടു, അവർ ലോകക്കാരല്ല, ലൗകികന്മാരല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടതുപോലെ അവര് എന്ത് ചെയ്തിരിക്കുന്നു? അവരും ലൗകികന്മാരല്ലാത്തത് കൊണ്ട് ലോകത്തിൽ നിന്നും വേർപെട്ടതായിരിക്കുന്ന ഒരു ജീവിതം അവർ നയിക്കുവാനായിട്ട് അവർ തയ്യാറായി എന്നുള്ളതാണ്. പത്രോസിന്റെ 1ാമത്തെ പ്രസംഗത്തിൽ അതുകൊണ്ട് തന്നെയാണ് താൻ പറഞ്ഞത്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും വേർപെട്ടിരിപ്പിൻ, രക്ഷിക്കപ്പെടുവിൻ എന്നാണ്. വേർപാട് ജീവിതമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു വേർപാട് ജീവിതം നമുക്ക് നിർബന്ധമാണ്. അത് വാക്കിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമായിട്ടല്ല, നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കപ്പെടേണ്ട സത്യമായിരിക്കണം. ഞാൻ ആരാണ്? ഞാനൊരു വേർപാടുകാരനാണ്. അവിടെ 19ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ആ വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതിന് മറ്റൊരു തർജ്ജമയിൽ കൊടുത്തിരിക്കുന്നത് വേർപാടുകാരെന്നാണ്. അവർ സാക്ഷാൽ വേർപെട്ടവരാകേണ്ടതിന്, അവർ സാക്ഷാൽ വേർപാടുകാരാകേണ്ടതിന് ഞാൻ എന്നെ തന്നെ അവർക്ക് വേണ്ടി വേർപെട്ടവരായി മാറ്റുന്നു എന്നാണ്. ഞാൻ എന്നെ തന്നെ വേർതിരിക്കുന്നു. നമുക്കറിയാം കർത്താവ് നമുക്ക് വേണ്ടി വേർതിരിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന്. അതിപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. നമുക്ക് വേണ്ടി കർത്താവ് തന്നെ തന്നെ വേർതിരിച്ചപ്പോ, നമുക്ക് വേണ്ടി കർത്താവ് തന്നെ തന്നെ സമർപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത്.
അത് അങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ ആ നിലയിൽ നാം കണ്ടതായിരിക്കുന്ന ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് കർത്താവ് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പിതാവിനെയും പുത്രനെയും അറിഞ്ഞവർക്ക് വേണ്ടി, അവന്റെ വചനം കൈക്കൊണ്ട് ആ വചനം പ്രമാണിച്ചവർക്ക് വേണ്ടി, പിന്നെ മൂന്നാമത്തെ വാക്യത്തിൽ അവനിൽ വിശ്വസിച്ചതായിരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട്. ആ നിലയിൽ ഈ ലോകത്തിൽ നിന്നും അതിന്റെ പറ്റുമാനങ്ങളിൽ നിന്നും വേർപെട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതൊക്കെ പറഞ്ഞിട്ട് 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അതിന്റെ തന്നെ താഴെയുള്ള വാക്യത്തിൽ 20-ാമത്തെ വാക്യത്തിലും ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആർക്കു വേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി എന്തിനു വേണ്ടിയാണ് ഈ ശിഷ്യന്മാർക്ക് വേണ്ടി, എന്ത് ലക്ഷ്യത്തോടു കൂടെയാണ് കർത്താവ് പ്രാർത്ഥിച്ചത്? അതിന്റെ 11-ാമത്തെ വാക്യം, 11-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് നാം എങ്ങനെയാണ് വായിക്കുന്നത്? പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. എന്തിനാണ് കർത്താവ് തന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത്? തന്നെ അനുഗമിച്ച, തന്നിൽ വിശ്വസിച്ച, തന്റെ വചനം പ്രമാണിച്ച അവർക്ക് വേണ്ടി എന്തിനാണ് കർത്താവ് പ്രാർത്ഥിച്ചത്? നാം അറിയുന്നത് പോലെ പല മെസ്സേജുകൾ ഇതിലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഭൗതികമായിരിക്കുന്ന ഒരാവശ്യത്തിന് വേണ്ടിയും അവിടെ തന്റെ അപ്പോസ്തലന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചില്ല. അവരിനി ഫേസ് ചെയ്യാൻ പോകുന്നത് വലിയ പ്രയാസമാണ്. കഷ്ടത അവർ നേരിടുവാനായിട്ട് പോകുകയാണ്, കൊല്ലപ്പെടുവാനായിട്ട് പോകുകയാണ്. അവരെ എങ്ങനെയെങ്കിലും കാക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചില്ല. മറിച്ച് കർത്താവ് പ്രാർത്ഥിച്ചത് എന്താണ്? ഇവിടെ വായിച്ച വാക്യം എന്താണ്? പരിശുദ്ധ പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മെ പോലെ ഒന്നാകണം. ഐക്യതയ്ക്ക് വേണ്ടി, ദൈവ മക്കളുടെ ഐക്യതയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. നാം ഇതിന്റെ 13-ാമത്തെ ആയത്തിൽ നമ്മൾ ആരംഭത്തിൽ കണ്ടു, കർത്താവ് അവരെ സ്നേഹിക്കുമ്പോൾ അവരുടെ പ്രകൃതിയോ സ്വഭാവമോ അതിന്റെ തെറ്റോ ശരിയോ നോക്കിയല്ല അവരെ താൻ എന്ത് ചെയ്തത്? സ്നേഹിച്ചത്. അവരുടെ ജീവിതത്തിന്റെ കുറവുകളോട് കൂടെ തന്നെ അവർ നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന പരാജയങ്ങളെ മുൻപ് കൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടി അവരെ സ്നേഹിച്ചത്. കർത്താവ് അവരെ സ്നേഹിച്ചത് എന്നതുപോലെ തന്നെ ഇവിടെയും വായിക്കുകയാണ്, അവർ തമ്മിൽ എങ്ങനെ ഇരിക്കണം? ഒന്നായിരിക്കണം. അവരുടെ പ്രകൃതിയിൽ വ്യത്യാസമുണ്ട്, പാരമ്പര്യങ്ങളിൽ വ്യത്യാസമുണ്ട്, അവരുടെ സ്വഭാവങ്ങളിൽ വ്യത്യാസമുണ്ട്, പല കാര്യങ്ങളിലും അവർ വ്യത്യസ്തരാണ്. എന്നാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം എന്നെ അറിയുന്നതിൽ, എന്നെ വിശ്വസിക്കുന്നതിൽ, എന്റെ വചനം പ്രമാണിക്കുന്നതിൽ, ലോകത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്നതിൽ ഒന്നായിരിക്കുന്ന അവര് എന്തുണ്ടാകണം? അവർക്ക് തമ്മിൽ ഒരു ഐക്യത ഉണ്ടാകണം, അവർക്ക് തമ്മിൽ ഏകത്വം ഉണ്ടാകണം. നാം ഈ ദിവസങ്ങളിൽ കണ്ടു, ഉടുപ്പിട്ടതായിരിക്കുന്ന ഒരാൾക്ക് ഒരു പീഡനം വന്നപ്പോൾ ഇവിടെ ഉള്ളതായിരിക്കുന്ന മറ്റെല്ലാ മതങ്ങളും എന്ത് ചെയ്തു? അവർ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നു. നമ്മുടെ ഇടയിൽ എത്രയോ ദൈവദാസന്മാർ പീഡിപ്പിക്കപ്പെട്ടു അല്ലെ? ഇവിടെ ആരാ ഒന്നിച്ചു നിന്നേക്കണത്? ആരവിടെ ഒന്നിച്ചു നിന്നേക്കണത്? അത് അവന്റെ കുഴപ്പമാണ്, അവന്റെ കയ്യിലിരിപ്പാണ്, അങ്ങനെ പ്രസംഗിച്ചിട്ടാണ്, അവിടെ പോയിട്ടാണ്, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അന്യോന്യം വിധിക്കും. പക്ഷെ ജാതികളായിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അവരൊന്നിക്കും. പക്ഷെ കർത്താവ് വേദനയോടുകൂടെ താൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒന്നാമത്തെ പ്രാർത്ഥന എന്തായിരുന്നു? പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും തമ്മിൽ ഒന്നാകണം. അത് വളരെ ആഴമേറിയ ഒരു പ്രാർത്ഥനയാണ്. അതിന്റെ ഒരുപാട് അർത്ഥങ്ങൾ എന്റെ മനസ്സിലേക്ക് ധ്യാനത്തിൽ വരുവാനിടയായി, ഞാനത് വിശദീകരിക്കുന്നില്ല. പരിശുദ്ധ പിതാവേ, ഇവർ നമ്മെ പോലെ ഒന്നാകണം. അത് ഒരു വലിയ പ്രാർത്ഥനയാണ്. അതിന്റെ 23-ാമത്തെ വാക്യത്തിലും അങ്ങനെ തന്നെയാണ്
കർത്താവ് പറഞ്ഞത് എന്ത്? അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ഐക്യത്തിൽ അവർ തികഞ്ഞവരായിരിക്കണം. അവരെ കണ്ടാൽ എന്ത് തോന്നണം? അവർ ഒന്നാണ്, ഐക്യതയുള്ളവരാണ്, ഒരു കാര്യത്തിലും ഭിന്നതയുള്ളവർ അല്ല. അവർ വ്യത്യസ്ത സ്വഭാവങ്ങൾ, വ്യത്യസ്ത പാരമ്പര്യങ്ങൾ എല്ലാം ഉള്ളവരാണ്. പക്ഷേ അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതെന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എന്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ആ വാക്യം ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് ഇതാണ്: ഒരൈക്യതയുള്ളതായിരിക്കുന്ന തന്റെ ജനത്തെ കാണുന്നതിലധികം സന്തോഷം വേറെ ഒന്നും നമ്മുടെ കർത്താവിന് ഇല്ല. അവിടെ വായിക്കുന്നു, എന്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകണം. ഇതാണ് എന്റെ സന്തോഷമെന്ന് അവരുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇവിടെ എന്തെങ്കിലും പേരും പ്രശസ്തിയും വലിയ കൂട്ടവും പണവും ഇതെല്ലാം ഉണ്ടാകുക എന്നുള്ളതല്ല. എന്റെ മക്കൾ, എന്നെ അനുഗമിക്കുന്നവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആണ് ഞാൻ അവരിൽ സന്തോഷിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകണം. ഇതൊന്നും നമ്മളൊന്നും ആരും പ്രാർത്ഥിക്കാറില്ലല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിലാണല്ലോ അങ്ങേക്ക് സന്തോഷമുള്ളത്, അതുകൊണ്ട് ഞങ്ങളെ ഒന്നിപ്പിക്കണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പലപ്പോഴും അതൊന്നും നമ്മൾ പ്രാർത്ഥിക്കാറില്ല. നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. കർത്താവിന് സന്തോഷമാണോ, ഇത് കർത്താവിന് പ്രസാദമാണോ, ഇതൊന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ നോക്കുന്നത് എനിക്ക് സന്തോഷമായത്, അതിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അങ്ങനെയല്ല. അവർ തന്റെ മക്കൾ ഒന്നായിരിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതാണ് എനിക്ക് സന്തോഷം എന്ന കാര്യം ഇവരൊന്ന് അറിയണം. ഇത് നമ്മളും അറിയണം. നമ്മൾ ചെറിയ കൂട്ടമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഒന്നായിട്ട് മുന്നോട്ട് പോകുക, അതിലാണ് കർത്താവിന്റെ സന്തോഷം. ഇവിടെ വലിയ ബൈബിൾ ക്ലാസ് ഉണ്ടോ, വലിയ ആരാധനയുണ്ടോ, ഇവിടെ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതല്ല. നമ്മൾ ആത്മാവിൽ ഒന്നായിരിക്കുന്നുവോ, അതാണ് കർത്താവിന്റെ സന്തോഷം. നാം ഇവിടെ എത്ര വലിയ കൊട്ടാരത്തിലാണ് കൂടി വരുന്നതെങ്കിലും നമ്മിൽ ഐക്യതയില്ലെങ്കിൽ അവിടെ ഒരു സന്തോഷവും നമ്മുടെ കർത്താവിന് ഇല്ല. പ്രിയപ്പെട്ടവരെ, അത് കർത്താവിന്റെ തന്നെ അനുഗമിച്ചവർക്ക് വേണ്ടിയുള്ളതായ പ്രാർത്ഥനയാണ്. ആ ഐക്യതയാൽ എന്താണ് സംഭവിക്കുന്നത്? അവർ ഒന്നായിരിക്കുമ്പോൾ കർത്താവ് ലക്ഷ്യമിടുന്ന കാര്യം എന്താണ്? 21-ാമത്തെ വാക്യം, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകണം. എന്തിനാ ഈ ഒന്നാകുന്നത്? എന്തിനാ ദൈവത്തിന്റെ സഭ ഒന്നിച്ചു നിൽക്കണമെന്ന് പറഞ്ഞത്? ലോകം വിശ്വസിക്കണം, അല്ലെ? ലോകം വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? എന്താ വിശ്വസിക്കേണ്ടത്? പിതാവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന്. അപ്പൊ നാം യേശുക്രിസ്തുവിനെ കുറിച്ച് നാട്ടിലിറങ്ങി വീടുകളിൽ ചെന്ന് പറയുമ്പോൾ ഈ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ലോകരക്ഷിതാവായിട്ടാണ് അയച്ചിരിക്കുന്നത് എന്ന് ആളുകൾ വിശ്വസിക്കണമെങ്കിൽ ആ പ്രദേശത്തുള്ളതായിരിക്കുന്ന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നവർ എന്തുള്ളവരാകണം? അവർ ഐക്യതയുള്ളവരാകണം. ദേശത്തുള്ളതായിരിക്കുന്ന ദൈവമക്കൾ തമ്മിൽ കണ്ടാൽ മിണ്ടുകയില്ല, തമ്മിൽ ഐക്യതയില്ല, ഭിന്നതയാണ്, വഴക്കാണ്, വക്കാണമാണ്, അതിർത്തി തർക്കമാണ്, കേസും കോടതിയുമാണ്, പഞ്ചായത്ത് പ്രസിഡന്റിനെയും നാട്ടുകാരെയും വിളിച്ചുകൂട്ടുന്ന ഒരു അനുഭവമാണ് എന്ന് വരികിൽ ആര് ഇവിടെ കർത്താവിനെ അറിയുമെന്നാ നിങ്ങൾ കരുതുന്നത്? എന്തേ നമുക്ക് പറ്റിയിരിക്കുന്ന ഈ പരാജയം? എന്താണ് ഇന്ന് ദൈവസഭ ഈ മാതിരി കടന്ന് പ്രസംഗിക്കുന്നുണ്ട്, വേല ചെയ്യുന്നുണ്ട്, എന്തേ ആളുകൾ മുൻപോട്ട് വരാത്തത്? ഇത് പലപ്പോഴും നമ്മൾ മറന്നു പോവാണ്. കണ്ണടച്ച് നമ്മൾ ഈ വിഷയത്തെ ഇരുട്ടാക്കുകയാണ്. ഇരുട്ടാക്കിയാൽ മാറുന്ന കാര്യമല്ലത്. ദൈവ മക്കൾ തമ്മിൽ ദേശത്തുള്ളതായ ഒരു ദേശത്ത്, നമുക്ക് ലോകം മുഴുവനുമുള്ള എല്ലാവരും നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ നമ്മൾ അറിയുന്നതായ ദേശത്ത് ചുറ്റുപാടുകളിലും യേശുക്രിസ്തുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ മനസ്സിലാക്കുക, ലോകം യോഗ്യമല്ലാതെ ജീവിക്കുന്ന
വേർപെട്ട് ജീവിക്കുന്ന വിശുദ്ധന്മാരുമായി നമുക്ക് എന്തുണ്ടാകണം? ഒരു വലിയ സ്നേഹബന്ധം നമുക്കുണ്ടാകും. അത് കാണുമ്പോൾ ലോകം അറിയാതെ അവര് പറയുമെന്ത്? യേശു ക്രിസ്തു സാക്ഷാൽ ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രനാണ് എന്നവർ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. രണ്ടാമത്, അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അവിടെയും നാം വായിക്കുന്നുണ്ട്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയണം. അവിടെയും എന്താ വായിക്കുന്നത്? ലോകം ചിലത് അറിയണം. എന്താ അറിയേണ്ടത്? എന്താ ലോകം അറിയേണ്ടത്? പിതാവ് അല്ല, പുത്രൻ നമ്മെ സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയണം. ആ സ്നേഹം എങ്ങനെയാണ്? പുത്രൻ നമ്മെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ. ഇത് വലിയ ആഴമുള്ള ചിന്തയാണ്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ പുത്രൻ നമ്മെ സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയണമെങ്കിൽ നാം തമ്മിൽ എന്ത് ചെയ്യണം? നാം സ്നേഹമുള്ളവരാകണം, ഐക്യതയുള്ളവരാകണം. ഒരു നാട്ടിലാ പാർക്കുന്നത്, ഒരു വേലിക്കപ്പുറത്തുപ്പുറത്താ ജീവിക്കുന്നത്. കണ്ടാ മിണ്ടല്, കാണുന്നതിനൊക്കെ കുറ്റവും കുറവും, ഈ ഒച്ചപ്പാടും ബേളവും കേസും കോടതിയും, ഉള്ളിലിരിപ്പ് വേറൊന്നും പുറമെ വേറൊന്നും. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ഉള്ളിലെ പല്ലുകൊണ്ട് അങ്ങനെ ഞെരിച്ച് പുറമേത്തെ പല്ലുകൊണ്ട് ചിരിച്ചു കാണിക്കുന്ന ഇതൊന്നും ദൈവം കണക്കിടില്ല. ഇതൊന്നും ദൈവനാമത്തിന്റെ മഹത്വത്തിനുമല്ല. അവർക്ക് വേണ്ടി ഒന്നും കർത്താവ് എന്ത് ചെയ്യുന്നില്ല? പ്രാർത്ഥിക്കുന്നുമില്ല. ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച് മനസ്സിലാക്കി വിശ്വസിച്ചു അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ലക്ഷ്യത്തെ മറന്ന് നാം ജീവിച്ചാൽ ഈ കർത്താവ് എങ്ങനെയാ നമ്മെ മാനിക്കുക? ഇവിടെ വായിക്കുന്നത്, ഒന്നായിരിക്കേണ്ടത് എന്തിനാണ്? ലോകം രണ്ട് കാര്യം അറിയണം. ഒന്ന്, ലോകം അറിയേണ്ടത് പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നറിയണം. മാത്രമല്ല, പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ തന്നെയാണ് പുത്രൻ തന്നെ അനുഗമിക്കുന്നവരെയും സ്നേഹിക്കുന്നതെന്നും ലോകം അറിയണം. അങ്ങനെ അറിയാൻ വേറെ മാർഗമൊന്നുമില്ല. നമ്മൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? സ്നേഹിച്ചാൽ മതി. അപ്പൊ താനെ ഇതൊക്കെ ലോകം അറിയും. നമ്മൾ പ്രസംഗിക്കണമെന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ലോകം അതിനേക്കാൾ എളുപ്പത്തിൽ നമ്മെ അറിയുന്നത് ഈ കാര്യത്താലാണ്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോ അവിടെ കർത്താവ് തന്നെ പറഞ്ഞു, ലോകം നിങ്ങളെ പകയ്ക്കും. അല്ലേ? ലോകം നിങ്ങളെ പകയ്ക്കും, വെറുക്കും. പകയ്ക്കട്ടെ, വെറുക്കട്ടെ, എന്തുമായി തീരട്ടെ, അത് അവിടെയെല്ലാം നാം ഒന്നായിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒന്ന്, നമ്മുടെ കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്തിനു വേണ്ടിയാണ്? നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കണം. രണ്ടാമത്തെ പ്രാർത്ഥന, അതിന്റെ 14 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, അവർ ലൗകികരല്ല, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലാത്തത് കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പോൾ എന്തിനാണ് രണ്ടാമത് കർത്താവ് അവിടെ അപേക്ഷിച്ചത്? ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടുവാനുള്ള കാരണമായിട്ട് അവിടെ പറഞ്ഞത് എന്തായിരിക്കാം? നാം വായിക്കുന്നത് പോലെ, ലൗകികന്മാരാണെങ്കിൽ എന്തു ചെയ്യപ്പെടും? ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടും. എന്നാൽ ലൗകികന്മാരല്ലാതെ ജീവിക്കുന്ന നമ്മെ ദുഷ്ടനായവൻ പകയ്ക്കും, ലോകം നമ്മെ പകയ്ക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാൻ പാടില്ല. ആരും തെറ്റിദ്ധരിക്കണ്ട. ഈ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ദുഷ്ടലോകം നമ്മെ എതിർക്കില്ല, നമ്മെ കൊല്ലില്ല, നമ്മെ ഉപദ്രവിക്കില്ല, ജയിലിൽ ആക്കുകയില്ല, നമുക്കിവിടെ പട്ടിണിയോ ദാരിദ്ര്യമോ രോഗമോ ഒന്നുമില്ല എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് ഇതെല്ലാം നേരിടുമ്പോഴും നാം മോളിൽ കർത്താവ് പറഞ്ഞില്ലേ, ലോകം അവരെ പകയ്ക്കുമ്പോഴും അവരെന്ത് ചെയ്യാൻ പാടില്ല? ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാൻ പാടില്ല. അവര് ദുഷ്ടനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാകാൻ പാടില്ല, ദുഷ്ടനാൽ ഭരിക്കപ്പെടുന്നവരാകാൻ പാടില്ല, ദുഷ്ടന്റെ അധികാരത്തിലേക്ക് പോകുവാൻ പാടുള്ളതല്ല. മറിച്ച് അവരെന്ത് ചെയ്യണം? അവര് സൂക്ഷിക്കപ്പെടണം.
നേരത്തെയുള്ള അധ്യായങ്ങളൊക്കെ നമ്മൾ അത് കണ്ടതാണ്. ലോകം നിങ്ങളെ പകയ്ക്കും, ഉപദ്രവിക്കും, കൊല്ലും, പള്ളികളിലെ സിംഹാസനത്തിന്റെ മുമ്പിലേക്ക്, ഭരണാധികാരികളുടെ മുൻപിലേക്ക് നിങ്ങൾ വലിച്ചിഴക്കപ്പെടും എന്നൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. അതെല്ലാം സംഭവിക്കുമ്പോഴും ഒരു വ്യക്തി പോലും എന്ത് ചെയ്യാൻ പാടില്ല? വിശ്വാസത്തെ ത്യജിക്കുവാനായിട്ട് പാടില്ല. അവിടെയാണ്, അതിനു വേണ്ടിയാണ് നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചത്. നാം അതിന്റെ തൊട്ടു മുകളിൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം യൂദ എന്തുകൊണ്ടാണ് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാൻ കാരണം. അതിന് തൊട്ടു മുകളിലെ വാക്യം അങ്ങനെയല്ലേ? നാം കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് പറയുന്നുണ്ട്, എന്താണ്? തിരുവഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയില്ല. അപ്പോൾ ആ ഒരുത്തൻ എന്താ സംഭവിച്ചത്? അവൻ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു. എങ്ങനെയാണ് അവൻ അകപ്പെടാൻ കാരണം? അവൻ ധനത്തെ മോഹിച്ചു. അവൻ കർത്താവിന്റെ വചനം പ്രമാണിക്കുവാൻ അവന് മനസ്സായില്ല. അതുകൊണ്ട് ലോകം അവനെ പകച്ചുമില്ല. ലോകവും അവനുമായിട്ട് നല്ല കൂട്ടുകെട്ടായിരുന്നു. ആ കൂട്ടുകെട്ട് എന്തിലേക്ക് ചെന്ന് അവസാനിച്ചത്? അവന്റെ മരണത്തിൽ. അവൻ നശിച്ചുപോയി. നാശത്തിന്റെ പുത്രൻ, നാശത്തിലേക്ക് പോകുവാൻ വിധിക്കപ്പെട്ടവനായിട്ട് അവൻ മാറി. ഇത് നാം ഗൗരവത്തോടെ കാണണം. ഒരുവൻ കർത്താവിനെ അനുഗമിക്കുവാൻ തയ്യാറായി മുൻപോട്ട് വന്നിട്ട് അവൻ ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ മനസ്സ് വെക്കാതെ പോയാൽ, അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേര് കർത്താവ് തന്നെ വിളിച്ച പേരാണെന്ത്? നാശപുത്രൻ, ആ നാശയോഗ്യൻ. അപ്പോൾ കർത്താവ് ദുഷ്ടന്റെ കയ്യിൽ നാം അകപ്പെടരുത് എന്ന ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്ന വാക്കുണ്ട്, ഇവരോ ലോകത്തിലിരിക്കുകയാണ്. ഞാൻ ഇനി ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. രക്ഷിക്കപ്പെടുന്നവരെ അങ്ങ് കൊണ്ടുപോകാറുണ്ടെങ്കിൽ ഒരു കഷ്ടപ്പാടും ഇല്ലായിരുന്നു. എന്താ ജിനോ? ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇവിടെ ജീവിക്കണം. കർത്താവിന്റെ വരവോളം നമ്മൾ ഇവിടെ ജീവിച്ചേ പറ്റുകയുള്ളൂ. അഥവാ കർത്താവിന്റെ വരവ് വൈകുന്നെങ്കിൽ മരിക്കുന്നത് വരെ നാം ഇത് അനുഭവിച്ചേ മതിയാകുള്ളൂ. അപ്പോൾ കർത്താവിന് രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളണം. മൂന്നാമത്തെ പ്രാർത്ഥന അതിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. അതാണ് അതിന്റെ ചുരുക്കം. എന്ന് പറഞ്ഞാൽ ഒരു വേർപെട്ട ജീവിതം അവർക്കുണ്ടാകണം. ഒരു വേർപാട് ജീവിതം അവർക്ക് ഉണ്ടാകണം. കർത്താവ് എത്രയോ ആഴമായിട്ടാണ് ഓരോ പ്രാർത്ഥനകളും ചെല്ലുന്നത്, അല്ലെ? ചുമ്മാ അങ്ങനെ പ്രാർത്ഥിക്കല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കണ്ടേ എന്ന് കരുതി കുറച്ച് സമയം പ്രാർത്ഥിക്കുന്നത് പോലല്ല നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചത്. താൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, ഇവർ സാക്ഷാൽ വേർപാടുകാരായി ഭൂമിയിൽ ജീവിക്കണം. നാലാമത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് 24-ാമത്തെ വാക്യമാണ്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും ഇരിക്കണം. ഞാൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കണം. എന്തിനാ ഇരിക്കേണ്ടത്? നീ എനിക്ക് തന്ന മഹത്വം ഇവര് കാണണം. എന്തൊരു പ്രാർത്ഥനയാണിതല്ലേ? നമ്മളതൊന്ന് ആഴമായിട്ടൊന്ന് ചിന്തിച്ചാൽ അതെത്രയോ അർത്ഥപൂർണമായ ഒരു പ്രാർത്ഥനയാണ്. നീ എനിക്ക് തന്ന മഹത്വം, നീ എനിക്ക് തന്നിട്ടുള്ളവർ എന്ത് ചെയ്യണം? അവര് കാണണം. നമ്മളത് കാണും. കർത്താവിന് പിതാവായ ദൈവം കൊടുത്ത മഹത്വം നമ്മൾ ഒരു ദിവസം കാണും. അതെന്നാ കാണുന്നത്? തന്നോട് കൂടെ ഇരിക്കുമ്പോൾ. ഒന്ന് ഓർത്തു നോക്കിയേ, നമുക്ക് ഇന്ന് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ കർത്താവിന്റെ രൂപം എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ, അവന്റെ ആ മഹത്വം നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ആ മഹത്വം നമ്മൾ ഓരോരുത്തരും ഒരു ദിവസം കാണും. അത് കർത്താവ് കാണിക്കും. അത് തന്റെ ആഗ്രഹമാണ്. അതാണ് പിതാവിനോട് പ്രാർത്ഥിച്ചത്, പിതാവേ, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഇവര് കാണണം. അതിനു വേണ്ടി ഇവര് എന്റെ അടുക്കൽ ഒന്നിരിക്കണം. അപ്പൊ കർത്താവിന്റെ ആഗ്രഹം എന്താ? നമ്മെ ഓരോരുത്തരെയും അവന്റെ അടുക്കൽ ഒന്നിരുത്തി, മോനെ, ഇതാണ് എന്റെ മഹത്വം. കഴിഞ്ഞ നാളുകളൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ എന്നോട്?
നിങ്ങൾ എന്നെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തിയില്ലേ, ഒരുപാട് പ്രസംഗിച്ചില്ലേ, ഒരുപാട് പാടിയില്ലേ? ഉവ്, ഇതാണ് എന്റെ മഹത്വം. അത് നമ്മൾ കാണും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ദൈവസന്നിധിയിലുള്ള പിതാവിന്റെ മുൻപിലുള്ള നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥന ഞാൻ വിചാരിക്കുന്നത് ഇന്നും അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു മഹാപുരോഹിതൻ എന്ന നിലയിൽ ഇന്നും നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നദ്ധയിൽ താൻ പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കർത്താവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്ന് നമ്മൾ കണ്ടുല്ലേ? കർത്താവിന്റെ പ്രാർത്ഥന, തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് പിതാവായിരിക്കുന്ന ദൈവം ഉത്തരം കൊടുത്തെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടായോ? ഈ പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ട്. അത് അവസാനിച്ചിട്ടില്ല. അത് 1-ാം നൂറ്റാണ്ട് മുതൽ അതിങ്ങനെ തുടരുകയാണ്. അതിന്റെ ഒരു ചെറിയ സൂചന മാത്രം ഞാൻ പറയാം. 1-ാം നൂറ്റാണ്ടിലെ ദൈവജനത്തെ കുറിച്ച് കർത്താവിന്റെ ആദ്യത്തെ പ്രാർത്ഥന എന്തായിരുന്നു? ഇവിടെ ആദ്യത്തെ പ്രാർത്ഥന എന്തായിരുന്നു? തന്റെ ജനത്തിനു വേണ്ടി അവർ ഒന്നായിരിക്കണമെന്നാണ്, അല്ലേ? 1-ാം നൂറ്റാണ്ടിലെ ആരംഭകാലത്ത് ദൈവജനത്തെ കുറിച്ച് നാം എന്താ വായിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികളിൽ അവർ ഒരു മനസ്സുള്ളവരായിരുന്നു എന്നാണ്. അവർ ഏക മനസ്സുള്ളവരും ഏക ഹൃദയമുള്ളവരുമായിരുന്നു. അവർ ഒരു മനപ്പെട്ടുകൂടി വന്നു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അതിലൊക്കെ അത് കർത്താവിന്റെ പ്രാർത്ഥനയുടെ കുറവാണോ? അല്ല. പിന്നെ എന്തിന്റെ കുറവാ? നമ്മുടെ കുറവാണ്. നമ്മുടെ കുറവാണ്. അതിന് ഉത്തരം അവിടെ ഉണ്ടായി. അവ ശക്തമായ വേർപാട് ജീവിതം അവർ നയിച്ചു, ഇല്ലേ? എന്നാൽ അവരെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ആര് കാത്തു? പിതാവായ ദൈവം കാത്തു. അപ്പോസ്തലന്മാരെല്ലാം തീവ്രമായിരിക്കുന്ന കഠിന ശോധനയിലൂടെ എത്രയോ ദൈവത്തിന്റെ മക്കൾ ആദ്യ നൂറ്റാണ്ടുകളിൽ കൊല്ലപ്പെട്ടു. പക്ഷേ അവരാരും തങ്ങളുടെ വിശ്വാസത്തെ എന്ത് ചെയ്തില്ല? ത്യജിച്ചില്ല. ഒരു അപ്പോസ്തലൻ പോലും ത്യജിച്ചില്ല. എന്താ കാരണം? കർത്താവിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമായിരുന്നു. അവർ വേർപാടുകാരായി സത്യത്തിന് വേണ്ടി അവർ നിലനിൽക്കുവാൻ തക്കവണ്ണമിടയായി. അവരുടെ യെരൂശലേം ദേവാലയവും യഹൂദ മര്യാദകളും ആചാരങ്ങളും എല്ലാം വിട്ടുകളഞ്ഞ് തങ്ങൾ വേർപെട്ട് ജീവിക്കുവാൻ അവർ തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഇടയായി. ഇനി വരാൻ പോകുന്ന കാര്യമാണ്. അടുത്തിരുത്തി മഹത്വം കാണിക്കുന്നത് ഇപ്പോഴല്ലല്ലോ, അത് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ടായെങ്കിൽ അടുത്ത കാര്യത്തിനും തീർച്ചയായിട്ടും നമ്മുടെ ദൈവം ഉത്തരം നൽകുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? നാം ഒന്നാകണം. നമ്മെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടുത്തരുത്. ഒരു വേർപാട് ജീവിതം നമുക്കുണ്ടാകണം. നമ്മെ അവന്റെ മഹത്വം കാണിക്കണം. ഇത് വളരെ ചുരുക്കമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നിലയിൽ ഉള്ള ഒരു പ്രാർത്ഥനയാകട്ടെ നമ്മുടെയും പ്രാർത്ഥന. അന്യോന്യം പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് കുറെ കാശ് കിട്ടണം, പണി കിട്ടണം, ജോലി കിട്ടണം, ഇതൊക്കെ വേണം. പക്ഷെ അതിനേക്കാൾ എല്ലാം ഉപരിയായി നമ്മുടെ പ്രാർത്ഥന ദൈവമക്കൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഈ നിലയിൽ പ്രാർത്ഥനാ വാക്കുകൾ, നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ ഈ നിലവാരത്തിലാകുമ്പോൾ തന്നെ നമ്മുടെ ജീവിതവും വ്യത്യാസപ്പെടും. ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം കരുണ കാണിച്ച് ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവരിലും വ്യത്യാസങ്ങൾ വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഈ നിലയിലുള്ള മാറ്റങ്ങൾ വരുത്തുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നിലയിൽ ഈ കഴിഞ്ഞ ചില നാളുകളായിട്ട് ഈ 5 അധ്യായങ്ങൾ നമ്മുടെ കർത്താവിന്റെ മാളികമുറി പ്രഭാഷണം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനും പഠിക്കുവാനും ദൈവം സഹായിച്ചതോർത്ത് എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. വരുന്ന നാളുകളിൽ ഈ പഠനം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വർധനവിന് ഒരു കാരണമായിട്ട് തീരട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.